സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 18 ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ റിവിഷൻ സീരീസ് നമ്മൾ മൊഡ്യൂൾ 5-ൻ്റെതാണല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മുന്നേ നമ്മളെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ അറിയണ്ടാവും. നമ്മൾ 4 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിൻ്റെ അല്ലേ, ഗ്രേഡ് 1 എക്സാമിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സസ് റിവിഷൻ സീരീസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു മൊഡ്യൂൾ 5-ൻ്റെ ഫസ്റ്റ് ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് നമ്മൾ ഏരിയയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സും അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഫോഴ്സും സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അല്ലേ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്തു, അതായത് മൊഡ്യൂൾ 5-ൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു മൊഡ്യൂൾ 5-ൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. മൊഡ്യൂൾ 5-ൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? തിയറി ഓഫ് സ്ട്രക്ചർ ആണ് അല്ലേ, തിയറി ഓഫ് സ്ട്രക്ചർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തിയറി ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിലധികം പറഞ്ഞിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലും ആണ് അല്ലേ. അപ്പം അതിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് അല്ലേ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഏരിയ ആണ് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലേ. സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നിങ്ങൾ സിലബസ് നോക്കുന്നവരാണെങ്കിൽ അറിയേണ്ട. അപ്പോൾ അതിൽ ഈ 2 ഏരിയാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് സിലബസിൽ നോക്കിയാലോ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിലബസിൽ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണുന്നുണ്ടാവും, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടീസിൽ വെച്ച് നോക്കുന്ന സമയത്ത് എലാസ്റ്റിസിറ്റി, സ്റ്റിഫ്നെസ്, പ്ലാസ്റ്റിസിറ്റി, ടഫ്നെസ്, ബ്രിട്ടിൽനെസ്, ഡക്റ്റിലിറ്റി, മാലബിലിറ്റി ആൻഡ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലേ. സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ നോക്കുന്ന സമയത്ത് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്, പിന്നെ ഇലാസ്റ്റിസിറ്റി, ഹുക്സ് ലോ, യങ്സ് മോഡുലസ്, stresses and strain in uniform sections of the same and composite materials like steel, aluminum and copper അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ ഒരു 1 hourൻ്റെ അടുത്താണ് വെക്കുന്നത്. അപ്പം അതിൽ കഴിയുന്ന പോർഷൻസ് നമ്മൾ ഇന്ന് എടുക്കാം, പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പോർഷൻ പറഞ്ഞത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ആണ് അല്ലേ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ആണ്. എന്തൊക്കെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ ആണ് അല്ലേ. ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോൺസിൽ നമ്മളൊരു മെറ്റീരിയലിലേക്ക് ഇപ്പം എന്തെങ്കിലും ഫോഴ്സ്, എന്തെങ്കിലും ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന ആ ഒരു ബിഹേവിയർ, അതിലുണ്ടാവുന്ന റെസ്പോൺസിൽ എന്ത് ചേഞ്ചസ് ആണ് വരിക എന്നുള്ളത്, ആ ഒരു കാര്യത്തിനെ തന്നെയാണല്ലോ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയലിൽ നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? എലാസ്റ്റിസിറ്റി പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി, പിന്നെ പറയുന്നത് ഏതായിരുന്നു? പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡക്റ്റിലിറ്റി, പിന്നെ ബ്രിട്ടിൽനെസ്, നെക്സ്റ്റ് ഓൺ മാലിയബിലിറ്റി, പിന്നെ പറയുന്ന നെക്സ്റ്റ് എന്താണ്? മാലിയബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹാർഡ്നെസ്സും കൂടെ അല്ലേ. ഹാർഡ്നെസ്സും ടഫ്നെസ്സും ആണ് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പോൾ നമുക്കിത് നോക്കാം. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇത് അല്ലാണ്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടില്ലാത്തത്? സ്ട്രെങ്ത് അല്ലേ, സ്ട്രെങ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെസിലിയൻസ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്, ക്രീപ്പ്, ഫാറ്റിഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. അപ്പം അതൊക്കെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നോക്കുക. അറ്റ്ലീസ്റ്റ് ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് നോക്കാം അല്ലേ. നിങ്ങൾക്ക് അറിയണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പം മനസ്സിലാക്കി പഠിക്കുന്നത് തന്നെയാണ് നന്നാവുക. എന്താണ് ഫസ്റ്റ്? എലാസ്റ്റിസിറ്റി അല്ലേ. എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലാസ്റ്റിസിറ്റി പറഞ്ഞാൽ എന്താണ്? എലാസ്റ്റിസിറ്റി പറയുന്ന സമയത്ത് ഇറ്റ്സ് ആൻ എബിലിറ്റി ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ ഡിഫോർമേഷൻ വെൻ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിമൂവ്ഡ് അല്ലേ. അതിനാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട്
നമ്മളിപ്പം അതിനെ വലിക്കുകയാണ് അല്ലേ, വലിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് അത് വരും അല്ലേ. അപ്പം അതിലാണ് ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എന്താണ് എലാസ്റ്റിസിറ്റി? എബിലിറ്റി ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ ഡിഫോർമേഷൻ വെൻ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിമൂവ്ഡ് അല്ലേ. നിങ്ങൾ റബ്ബർ ബാൻഡ് ഒക്കെ വലിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പം അതാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എലാസ്റ്റിസിറ്റി എന്താണ്? ability to regain its original shape after deformation when the external force is റിമൂവ്ഡ് അല്ലേ. ഇതിനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? സെക്കൻഡ് വൺ നമുക്ക് പ്ലാസ്റ്റിസിറ്റി ആണല്ലേ നോക്കാനുള്ളത്. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം വലിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ഫോഴ്സ് വിടുന്ന സമയത്ത് അതിൻ്റെ നോർമൽ ഷേപ്പിലേക്ക് അത് വരും അല്ലേ, ഒറിജിനൽ ഷേപ്പിലേക്ക് അത് വരികയാണ്. റീഗെയിൻ ഒറിജിനൽ ഷേപ്പാണ് ഉണ്ടാവുക. പക്ഷെ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അല്ലേ. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു അല്ലേ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് അത് നമ്മൾ റിമൂവ് ചെയ്താലും അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് റീഗെയിൻ ചെയ്യാത്തത്, അതായത് ഡിഫോർമേഷൻ പെർമനൻ്റ്ലി സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? റിട്ടെയിൻ ദ ഡിഫോർമേഷൻ പെർമനൻ്റ്ലി എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ വിത്തൗട്ട് റപ്ചറും ഫെയിലിയറും ആണല്ലേ. ഫെയിലിയർ ഒന്നും ഇല്ലാണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഒരു പെർമനന്റ് ഡിഫോർമേഷനിലേക്ക് മാറ്റുന്നത് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? പ്ലാസ്റ്റിസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അണ്ടർഗോ permanent deformation without rupture or failure അല്ലേ. അതാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് മനസ്സിലായി, അതുപോലെ തന്നെ എന്താണ് എലാസ്റ്റിസിറ്റി എന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയുന്നതാണ് ഡക്റ്റിലിറ്റി അല്ലേ. ഡക്റ്റിലിറ്റി എന്നുള്ള ടേമും നിങ്ങൾക്ക് ഫെമിലിയർ തന്നെയായിരിക്കും അല്ലേ. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ? തേർഡ് വൺ ഡക്റ്റിലിറ്റി ആണ് നോക്കുന്നത്. ഡക്റ്റിലിറ്റി എന്താണ്? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിച്ചു നീട്ടുന്ന സമയത്ത് അതിനൊരു വയർ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് അല്ലേ. നമ്മൾ സ്റ്റീലൊക്കെ വലിച്ചു നീട്ടുന്ന സമയത്ത് അങ്ങനെയാണല്ലേ നമുക്കതിനെ ഡ്രോൺ ഇൻ ടു വയർ ഫോമിലേക്ക് നമുക്കതിനെ മാറ്റാൻ പറ്റും അല്ലേ. അപ്പം അതാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ഡ്രോൺ ഇൻ ടു വയേഴ്സ് ഓൺ ടെൻസൈൽ ലോഡ് അല്ലേ. ടെൻസൈൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡക്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഡക്റ്റൈൽ മെഷർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡക്റ്റൈൽ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് ആണ് അല്ലേ. പെർസെൻറ്റേജ് ഓഫ് എലോങ്ങേഷൻ ആൻഡ് പെർസെൻറ്റേജ് ഓഫ് റിഡക്ഷൻ ഇൻ ഏരിയ അല്ലേ. അതിനെയാണ് നമ്മൾ ഡക്റ്റൈൽ മെഷർ എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഡക്റ്റൈൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റീലൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോപ്പർ, അലൂമിനിയം എന്നൊക്കെയുള്ള രീതിയിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഗോൾഡൊക്കെ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ ചെയിനൊക്കെ വെച്ച് നമുക്ക് ജസ്റ്റ് ഇതിനെ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ? ഡക്റ്റിലിറ്റി എബിലിറ്റി ഓഫ് മെറ്റീരിയൽ drawn into wire on tensile load അല്ലേ. ടെൻസൈൽ ലോഡ്, ഇതിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡക്റ്റിലിറ്റി മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഏതാണ്? നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് ബ്രിട്ടിൽനെസ് ആണ്. ഫോർത്ത് വൺ ബ്രിട്ടിൽനെസ്.
ബ്രിട്ടിൽനെസ് ആ ഒരു ടേം തന്നെ നമുക്കറിയാം അല്ലേ. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നത് അല്ലേ. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് എക്സാമ്പിൾ നിങ്ങൾക്ക് ഗ്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഗ്ലാസ് ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽ ആണ് അല്ലേ. അപ്പം അതാണ് ആ ഒരു ബ്രിട്ടിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഡക്റ്റൈലിന്റെ ഓപ്പോസിറ്റ് അല്ലേ. ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടാൻ പറ്റുന്നത്, സ്റ്റീലിനൊക്കെ പോലെയുള്ളത്. പക്ഷെ ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസിനെയൊക്കെ പോലെ പൊട്ടിപ്പോകുന്ന ടൈപ്പ് പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്റ്റിലിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. അപ്പം അത് നോക്കി വെക്കുക. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് അല്ലേ, ഗ്ലാസ് പറയാൻ പറ്റും. പിന്നെ സെറാമിക്സ് ഒക്കെ പറയാൻ പറ്റും അല്ലേ. ഗ്ലാസ്, സെറാമിക്സ് ഒക്കെ ഓർത്ത് വെക്കുക. ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ബ്രിട്ടിൽ മെറ്റീരിയൽസിന് കംപ്രഷൻ അല്ലേ, കംപ്രഷനിൽ സ്ട്രോങ് ആയിരിക്കും, അതുപോലെ തന്നെ ടെൻഷനിൽ വീക്ക് ആയിരിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഇൻ കംപ്രഷൻ, അതുപോലെ തന്നെ വീക്ക് ഇൻ ടെൻഷൻ ആണ്. അതുപോലെ തന്നെ മോഡറേറ്റ് ഇൻ ഷിയർ ആണ് കേട്ടോ. ഷിയറിൽ മോഡറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക, മോഡറേറ്റ് ഇൻ ഷിയർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. ഒന്ന് കറക്റ്റ് പറയുമ്പോൾ പോയിന്റ്സ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. പിന്നെ നമുക്ക് 5th വൺ നോക്കാനുള്ളതാണ് മാലിയബിലിറ്റി അല്ലേ. മാലിയബിലിറ്റി ഒരുപാട് എക്സാംസിനൊക്കെ എല്ലാം ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലേ. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്താനുള്ള ആ ഒരു കഴിവ് അല്ലേ, ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എബിലിറ്റി ടു flattened into thin sheet under heavy compression force without heavy cracks or fracture അല്ലേ. വിത്തൗട്ട് ഹെവി ക്രാക്കോ ഫ്രാക്ചറോ ഇല്ലാണ്ട് നമുക്കൊരു മെറ്റീരിയലിനെ അടിച്ച് പരത്താൻ പറ്റുകയാണെങ്കിൽ അല്ലേ, കംപ്രസീവ് ഫോഴ്സ് കൊടുത്തിട്ട് പരത്താൻ പറ്റുകയാണെങ്കിൽ, തിൻ ഷീറ്റായിട്ട് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അല്ലേ, അപ്പം അതിനെയാണ് ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താണ് മാലിയബിലിറ്റി? മാലിയബിലിറ്റി ഈസ് ദ ability to flattened into thin sheet under heavy compressive force without heavy cracking or fracture അല്ലേ, or ഫ്രാക്ചർ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് മാലിയബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ മാലിയബിലിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, സ്റ്റീൽ, അലൂമിനിയം ഒക്കെ നമുക്ക് ഹൈലി മാലിയബിൾ ആയിട്ടുള്ളതാണല്ലേ, ലെഡൊക്കെ. അപ്പം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഹാർഡ്നെസ് അല്ലേ. 6th വൺ നോക്കാനുള്ളതാണ് ഹാർഡ്നെസ്. എന്താണ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഹാർഡ്നെസ് എന്നുള്ള പ്രോപ്പർട്ടി, ഹാർഡാണ് എന്നുള്ള പ്രോപ്പർട്ടി. എന്താണ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് പെനട്രേഷൻ അല്ലേ, പെനട്രേഷൻ ഫ്രം എനദർ മെറ്റീരിയൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ഒരു ഹാർഡ്നെസ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ്? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് പെനട്രേഷൻ ഫ്രം എനദർ മെറ്റീരിയൽ അല്ലേ. നമുക്ക് ഹാർഡ്നെസ് അല്ലെങ്കിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. കട്ടിങ് ടൂളൊക്കെ നമ്മൾ ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. കട്ടിങ് ടൂൾ അല്ലേ, കട്ടിങ് ടൂൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എന്താണ് നമ്മൾ ഈ ഒരു ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കട്ട് അനദർ മെറ്റൽ എന്നും പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ഫോമിൽ പറയുകയാണെങ്കിൽ ഹാർഡ്നെസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് penetration from another മെറ്റൽ അല്ലേ, എന്നതൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് എന്നതൽ മെറ്റീരിയൽ പറഞ്ഞിട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പം അതാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. കട്ടിങ് ടൂളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് വണ്ണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് വൺ ടഫ്നെസ് ആണ് അല്ലേ. അപ്പോൾ ടഫ്നെസ്സും കൂടെ നോക്കുക. അതിൻ്റെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ടഫ്നെസ് അല്ലേ. എന്താണ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ?
ടഫ്നെസ് അല്ലേ. ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ആൻഡ് പ്ലാസ്റ്റിക്കലി ഡീഫോം വിത്തൗട്ട് ഫ്രാക്ചർ ആണ് അല്ലേ. അതാണ് ടഫ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളൊരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് ലോഡിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യേണ്ടിയിട്ടുള്ള ആ ഒരു, അല്ലെങ്കിൽ ഷോക്കൊക്കെ വരുന്ന സമയത്ത്, ഷോക്ക് ലോഡൊക്കെ വരുന്ന സമയത്ത് അതിനെ ആ ഒരു റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ടഫ്നെസ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. വേറൊരു ടേമിൽ പറയുകയാണെങ്കിൽ അബ്സോർബ് എനർജി ടിൽ ഫെയിലിയർ അല്ലേ. അപ്പം അങ്ങനെയും മനസ്സിലാക്കി വെക്കാം. അപ്പം എന്താണ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ? ടഫ്നെസ് ഈസ് ദ എബിലിറ്റി of a material to absorb energy and plastically deform without fracture അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ടഫ്നെസ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. എന്താണ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിഹേവിയർ അല്ലേ. ബിഹേവിയർ ഓഫ് റെസ്പോൺസ് ഓഫ് ദ മെറ്റീരിയൽ ആണ്. അപ്പം അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എലാസ്റ്റിസിറ്റി ആണ്. എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ ഡീഫോർമേഷൻ അല്ലേ, വെൻ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിമൂവ്ഡ് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഫോഴ്സിലേക്ക് റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് മെറ്റീരിയലിനെയാണ് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ എലാസ്റ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്ലാസ്റ്റിസിറ്റി ആണ്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ ഡിഫോർമേഷൻ പെർമനൻ്റ്ലി അല്ലേ. നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ഡിഫോർമേഷൻ പെർമനൻ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടേം ഡക്റ്റിലിറ്റി ആണ്. ഡക്റ്റിലിറ്റി പറഞ്ഞാൽ എന്താണ്? ഡക്റ്റിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഡ്രോൺ ഇൻ ടു വയർ ഓൺ ടെൻസൈൽ ലോഡ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബ്രിട്ടിൽനെസ് പറഞ്ഞു അല്ലേ. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടു ഡക്റ്റിലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റീൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ മാലിയബിലിറ്റി പറഞ്ഞു അല്ലേ. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റൻഡ് ഇൻ ടു തിൻ ഷീറ്റ് അല്ലേ. എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു ഫ്ലാറ്റൻഡ് ഇൻ ടു തിൻ ഷീറ്റ് അണ്ടർ ഹെവി compressive force without heavy cracking or fracture എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ മാലിബിലിറ്റി പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാർഡ്നെസ് ആണ് അല്ലേ. ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് പെനിട്രേഷൻ ഫ്രം അനദർ മെറ്റീരിയൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. കട്ടിംഗ് ടൂളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടഫ്നെസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ആൻഡ് പ്ലാസ്റ്റിക്കലി ഡീഫോം വിത്തൗട്ട് ഫ്രാക്ചർ ആണെങ്കിൽ അത് നമ്മൾ ടഫ്നെസ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് എക്സാം റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചു വെക്കുക. പക്ഷെ ഒന്നും പഠിക്കാതെ പോരുത്. പഠിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ബാക്കി പ്രോപ്പർട്ടീസും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഒരുപാട് എക്സാംസ് ഇനിയും വരാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിന് ഹെൽപ്പ് ആവുന്നതാണ്. കറക്റ്റ് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും അല്ലേ. അങ്ങനെ ആവുന്ന സമയത്ത് ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻഡ് ഏരിയ ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലേ. സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ള ഏരിയയിലേക്ക് പോവാം. അവിടെ നമുക്ക് ആദ്യം എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ എന്നുള്ളതാണല്ലോ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം. എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ, ലോഡ് ബൈ ഏരിയ എന്നല്ലേ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് ലോഡ് ബൈ ഏരിയ എന്നും അതുപോലെ തന്നെ സ്ട്രെയിൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ. അപ്പം അതാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെസ്
ഈസ് ഈക്വൽ ടു പി ബൈ എ എന്ന് പറയാം അല്ലെ, പി ലോഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ മെഷർ സ്ട്രെസ്സിലെ സ്ട്രെസ് ഈസ് ദ മെഷർ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബോഡി അഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ ലോഡ് ഇന്റേണൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലെ. അപ്പം അതിനാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക, ലോഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഒക്കെ ഈ ഒരു ടൈമിൽ ഓർത്ത് വെക്കുക. അപ്പം എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് ഇന്റേണൽ resistance of the body against external load internal force per unit area അല്ലേ. അപ്പം നമ്മൾ സ്ട്രെസ്സിനെ പറയുകയാണെങ്കിൽ ലോഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിൽ അല്ലേ. പിന്നെ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്ട്രെസ്സിൻ്റെ രീതിയിൽ സ്ട്രെസ്സിൽ ഓർക്കാനുള്ളത് അല്ലേ. പിന്നെ നമ്മൾ സ്ട്രെയിൻ പറയുകയാണെങ്കിലോ, സ്ട്രെയിനിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സ്ട്രെയിൻ്റെത്, സ്ട്രെയിൻ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളിലായിട്ട് കിടക്കാം. അപ്പം നമ്മൾ സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, അപ്പം ഇത് സ്ട്രെസ് ആണ് അല്ലേ. സ്ട്രെസ് എന്താണ് പറഞ്ഞു. ഇനി നമുക്ക് സ്ട്രെയിൻ നോക്കുകയാണെങ്കിൽ എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ് അല്ലേ. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷനൽ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ആ ഒരു ലെങ്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലേ, ലെങ്തിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസിനാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം എന്താണ് സ്ട്രെയിൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ആ ഒരു ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസും ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പം എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെയിൻ റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ അല്ലേ, റേറ്റ് ഓഫ് ഡിഫോർമേഷൻ or rate of change in dimension to original dimension. അപ്പം അതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. L by L എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അതാണ് ഈ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത്. എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞു, എന്താണ് സ്ട്രെയിൻ നമ്മൾ പറഞ്ഞു. അപ്പം നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് സ്ട്രെസ്സിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ സ്ട്രെസ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രെസ്സിൽ ഏതൊക്കെ സ്ട്രെസ്സാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? സ്ട്രെസ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതായിരുന്നു അത്? സ്ട്രെസ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഒന്ന് ഡയറക്റ്റ് സ്ട്രെസ് അല്ലേ, ഡയറക്റ്റ് സ്ട്രെസ്സും പിന്നെ നമ്മൾ ഇൻഡയറക്റ്റ് സ്ട്രെസ്സും അല്ലേ, ഇൻഡയറക്റ്റ് സ്ട്രെസ്സും എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് സ്ട്രെസ്സും ഇൻഡയറക്റ്റ് സ്ട്രെസ്സും അല്ലേ. പിന്നെ ഈ ഒരു ഡയറക്റ്റ് സ്ട്രെസ്സിന് നമ്മൾ വീണ്ടും സബായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഡയറക്റ്റ് അതും കൂടെ ഇവിടെ എഴുതിയിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് എഴുതാം. ഡയറക്റ്റ് സ്ട്രെസ്സിന് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ് വീണ്ടും ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. നോർമൽ സ്ട്രെസ്സും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും. നോർമൽ സ്ട്രെസ്സും അതുപോലെ ഷിയർ സ്ട്രെസ്സും. പിന്നെ അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സ്ട്രെസ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഏതാണ്? ഇൻഡയറക്റ്റ് സ്ട്രെസ്സിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബെൻഡിങ് സ്ട്രെസ് അതുപോലെ തന്നെ ടോർഷൻ അല്ലേ, ടോർഷൻ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട്
അപ്പം നിങ്ങൾക്ക് സിലബസിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നുണ്ടാവും അല്ലേ. അപ്പം ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും പിന്നെ അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സ്ട്രെസ്സിന് ബെൻഡിങ് സ്ട്രെസ്സും ടോർഷണൽ സ്ട്രെസ്സും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു നോർമൽ സ്ട്രെസ്സും അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ്സും അല്ലേ, നോർമൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും നോക്കാം. നോർമൽ സ്ട്രെസ് അല്ലേ, നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും നോക്കാം. എന്നിട്ട് അതിനെ സബായിട്ട് വരുന്നതും കൂടെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോർമൽ സ്ട്രെസ് എടുത്താലോ. നോർമൽ സ്ട്രെസ് അല്ലേ, നോർമൽ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ അപ്പം സ്ട്രെസ് എന്താ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് നോർമൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. മറിച്ച് ഷിയർ സ്ട്രെസ് ആണെങ്കിൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് പാരലൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ. അപ്പം കമ്പൈൻ ചെയ്ത് പറയുന്ന സമയത്ത് ആ ഒരു വേർഡ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് നോർമൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് പാരലൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ ആണ്. നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പം അതിന് നമുക്ക് നോർമലായിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അല്ലേ, നോർമലായിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇപ്പം നമ്മൾ ഇതേ രീതിയിലാണ് ചേഞ്ചസ് വരുന്നതെങ്കിൽ, നോർമലായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നമ്മൾ പുള്ള് ചെയ്യുകയാണെങ്കിൽ അത് വലിയാണല്ലേ ചെയ്യുക, അപ്പോൾ വലിയാണ് ചെയ്യുക. അപ്പം ഇലോങ്ങേഷൻ ആണ് ഉണ്ടാവുക, അത് നോർമലി ഇരിക്കും അല്ലേ. മറിച്ച് കംപ്രഷൻ ആണ് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ അതൊരു പുഷായിരിക്കില്ലേ ഉണ്ടാവുക, പുള്ളിൻ്റെ പകരം പുഷായിരിക്കും നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കില്ലേ ഉണ്ടാവുക. അപ്പം അതാണ് നമുക്ക് ഈ ഒരു നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നോർമൽ സ്ട്രെസ് എന്താണ്? റെസിസ്റ്റിംഗ് ഫോഴ്സ് നോർമൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ ആണ്. പിന്നെ നമുക്ക് ഷിയർ സ്ട്രെസ്സിൽ ഇത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഷിയർ സ്ട്രെസ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ എടുക്കുകയാണ്, അപ്പം അതിലേക്ക് നമ്മൾ ലോഡ് കൊടുക്കുകയാണ് അല്ലേ. അപ്പം അതിന് ചേഞ്ചസ് വരുന്നത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റെസിസ്റ്റിംഗ് ഫോഴ്സ് പാരലൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ അല്ലേ. അപ്പം ഇതേ രീതിയിലാണ് അതിന് ചേഞ്ചസ് വരുന്നതെങ്കിൽ, ഇപ്പം നമ്മൾ പുള്ള് കൊടുക്കുകയാണെങ്കിൽ, അപ്പം പുഷ് കൊടുക്കുകയാണെങ്കിൽ അതിന് ചേഞ്ചസ് വരുന്നത് ഇതേ രീതിയിലാണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ബൈ ഷിയർ ഏരിയ ആണ് അല്ലേ. അപ്പം ആ ഒരു ഷിയർ എന്നുള്ള ടേമാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. രണ്ടിൻ്റെ യൂണിറ്റ് ഒക്കെ വരുന്നത് സെയിം തന്നെയാണ് അല്ലേ. നമുക്ക് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളത്, ലോഡ് ബൈ ഏരിയ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പക്ഷെ അതിൽ നോർമൽ സ്ട്രെസ് ആണെങ്കിൽ അതിൽ നമ്മൾ എടുക്കുന്നത് റെസിസ്റ്റിംഗ് ഫോഴ്സ് നോർമൽ ടു ദ സെക്ഷൻ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ ആണ്. ഷിയർ സ്ട്രെസ് ആണെങ്കിൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് പാരലൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ ആണ്. പാരലൽ എന്നും അതുപോലെ തന്നെ നോർമൽ എന്നുള്ള ടേം ഓർത്ത് വെക്കുക. അപ്പോൾ ടെൻസൈൽ ആണെങ്കിൽ എങ്ങനെയാണ്? ടെൻസൈൽ സ്ട്രെസ് ആണ് അല്ലേ, എക്സ്റ്റൻഷൻ ഓഫ് ദ മെറ്റീരിയൽ ആണ് വരിക. മറിച്ച് കംപ്രഷൻ ആണെങ്കിൽ, കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിൽ ഷോർട്ടനിങ് ഓഫ് ദ മെറ്റീരിയൽ അല്ലേ. ഇവിടെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇത് ഷോർട്ടൻ ആവുകയാണല്ലേ ചെയ്യുക. അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പം ഒന്നുകൂടെ നോട്ടാക്കി പറയുകയാണെങ്കിൽ നോർമൽ സ്ട്രെസ് പറഞ്ഞു അല്ലേ, നോർമൽ സ്ട്രെസ് പറഞ്ഞു. നോർമൽ സ്ട്രെസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളാണ് അല്ലേ. നോർമൽ സ്ട്രെസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും. ടെൻസൈൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ് എന്താണെന്ന് എഴുതാം. നോർമൽ സ്ട്രെസ് അല്ലേ, എന്താണ് നോർമൽ സ്ട്രെസ്? നോർമൽ സ്ട്രെസ് റെസിസ്റ്റിംഗ്, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ നമുക്ക് റിവിഷൻ സീരീസ് ആണ്, ഒരുപാട് ഇലാബറേറ്റ് ചെയ്യാതെ പറയാനുള്ള സമയം നമുക്കില്ല. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. റെസിസ്റ്റിംഗ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടൊരു ഓർമ്മയെങ്കിലും ഉണ്ടാവും അല്ലേ എക്സാമിന് പോകുന്ന സമയത്ത്. റെസിസ്റ്റിംഗ് ഫോഴ്സ് നോർമൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ അല്ലേ. പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ഒരു നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോർമൽ സ്ട്രെസ്സിൽ ഏതാണ്? ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും അല്ലേ.
അപ്പോൾ നമ്മൾ നോർമൽ സ്ട്രെസ്സിന് ടെൻസൈൽ സ്ട്രെസ്, പിന്നെ കംപ്രസീവ് സ്ട്രെസ് അല്ലേ, കംപ്രസീവ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ടെൻസൈൽ സ്ട്രെസ് എന്താണ് വരുന്നത്? ടെൻസൈൽ സ്ട്രെസ്സിലേക്ക് വരുന്ന സമയത്ത് സ്ട്രെസ് വിച്ച് കോസിങ് എക്സ്റ്റൻഷൻ ആണ് അല്ലേ. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടോ, എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോൾഡ് ടെൻസൈൽ സ്ട്രെസ് ആണ്. മറിച്ച് കംപ്രഷൻ ആണെങ്കിൽ സ്ട്രെസ് വിച്ച് ഈസ് കോസിങ് ഷോർട്ടനിങ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോൾഡ് കംപ്രസീവ് സ്ട്രെസ് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ നോർമൽ സ്ട്രെസ് പറഞ്ഞു, പിന്നെ നമ്മൾ നോർമൽ സ്ട്രെസ്സിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഷിയർ സ്ട്രെസ് അല്ലേ. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് ദ റെസിസ്റ്റിംഗ് ഫോഴ്സ് പാരലൽ അല്ലേ, പാരലൽ ആണ്, പാരലൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ അല്ലേ. അപ്പം അതാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെസ്സിൻ്റെ ക്ലാസിഫിക്കേഷനും പറഞ്ഞു, പിന്നെ നമ്മൾ സ്ട്രെയിൻ എന്താണെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്സിനെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ സ്ട്രെയിനും നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ് നോക്കിയാലോ. സ്ട്രെസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്ട്രെസ് പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ട്രെയിനിലേക്ക് പോകണം. വേണ്ട അല്ലേ. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവിഷൻ ചെയ്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ പറയാം. കംപ്ലീറ്റ് റിവിഷൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിനും കൂടെ പറയാം അല്ലേ. സ്ട്രെയിനും കൂടെ പറയാം. അപ്പം സ്ട്രെയിൻ അല്ലേ, സ്ട്രെയിൻ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ അല്ലേ, അല്ലെങ്കിൽ ഡീഫോർമേഷൻ അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡീഫോർമേഷൻ ടു ഒറിജിനൽ അല്ലേ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം സ്ട്രെയിനിൽ വരുന്ന സമയത്ത് സ്ട്രെയിനിൽ യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. യൂണിറ്റ്ലെസ് ആണ് അല്ലേ രണ്ടും. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത്തും പറയുന്നത് ഇപ്പോൾ മീറ്റർ ബൈ മീറ്റർ എന്നൊക്കെ വരുന്ന സമയത്ത് ക്യാൻസൽ ആയിപ്പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് സ്ട്രെയിനിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെയാണ്? സ്ട്രെയിനിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോർമൽ സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ. അപ്പം ഇതാണ് സ്ട്രെയിനിൽ വരുന്ന 3 ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മൾ സ്ട്രെയിൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സ്ട്രെയിനിൽ വരുന്ന 3 ക്ലാസിഫിക്കേഷൻ ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നോർമൽ സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പം നോർമൽ സ്ട്രെയിൻ, നോർമൽ സ്ട്രെയിൻ ആ ഒരു സ്ട്രെസ് പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിൻ വെൻ നോർമൽ സ്ട്രെസ് ആക്ട്സ് അല്ലേ, നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സ്ട്രെയിനാണ് നമ്മൾ നോർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പം നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ട്രെസ്സിൽ പറഞ്ഞ പോലെ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ടെൻസൈൽ സ്ട്രെയിനും അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെയിനും. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോർമേഷനിലെ വലിച്ചു നീട്ടുന്ന ടൈപ്പ്. കംപ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിക്രീസിങ് ലെങ്ത് ആണല്ലേ വരിക. അപ്പം നോർമൽ സ്ട്രെയിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രെയിൻ വിച്ച് നോർമൽ ടു ദ സ്ട്രെസ് ആക്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പം നോർമൽ സ്ട്രെയിൻ എന്താണെന്ന് പറയാം അല്ലേ. നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ വെൻ നോർമൽ സ്ട്രെസ് ആക്ട്സ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം സ്ട്രെയിനിൽ നമ്മൾ പറഞ്ഞു കംപ്രസീവ് സ്ട്രെയിനും ടെൻസൈൽ സ്ട്രെയിനും ഉണ്ടെന്നല്ലേ. അതിൽ ടെൻസൈൽ
സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ രണ്ടും എടുത്തെഴുതാം. കംപ്രസീവ് സ്ട്രെയിൻ. അതിൽ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു L എന്നുള്ളത് L1 എന്നുള്ള രീതിയിൽ ഇൻക്രീസ് ആവുകയാണല്ലോ ചെയ്യുക. അപ്പം ഈ ഒരു L1/L എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ Δ_L/L എന്നുള്ളത് പോസിറ്റീവ് വാല്യൂ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. കംപ്രസീവ് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ അല്ലേ, എന്താണ് വരുന്നത്, ഡിക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പം നമുക്ക് ഈ ഒരു L എന്നുള്ള വാല്യൂ L0 എന്നുള്ള രീതിയിൽ അല്ലേ, L കുറയാണല്ലോ ചെയ്യുക. അപ്പം L എന്നുള്ളത് ആണ് ഒറിജിനൽ ലെങ്ത് എങ്കിൽ കംപ്രഷൻ വരുന്ന സമയത്ത് L0 എന്നുള്ള രീതിയിൽ മാറും. അപ്പം നമുക്ക് ഇവിടെ തന്നെ L/L0 എന്ന് വരും അല്ലേ. L0/L എന്ന് പറയുന്ന സമയത്ത് -Δ_L/L എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് നമ്മൾ നോർമൽ സ്ട്രെയിനിൽ ടെൻഷൻ്റെതും കംപ്രഷൻ്റെയും കേസ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോർമൽ സ്ട്രെയിൻ അല്ലാണ്ട് വേറെ എന്താണ്, ഷിയർ സ്ട്രെയിൻ ഉണ്ട് അല്ലേ. അപ്പം ഷിയർ സ്ട്രെയിൻ നോക്കിയാലോ. ഷിയർ സ്ട്രെയിൻ എന്താണ്? ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന സമയത്ത് ആംഗുലാർ ചേഞ്ച് ഓർ ആംഗുലാർ ഡിസ്റ്റോർഷൻ അല്ലേ. അപ്പം അതിനാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ളതിന് ഇതേ രീതിയിൽ അല്ലേ ഇങ്ങനെ മാറുന്നതിനെയാണ് നമ്മൾ ഷിയർ എന്ന് പറയുന്നത്. അപ്പം ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആംഗുലാർ ചേഞ്ച് ഓർ ആംഗുലാർ ഡിസ്റ്റോർഷൻ. അപ്പം അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തേർഡ് വൺ നോക്കാനുള്ളത് വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ് അല്ലേ. വോളിയോമെട്രിക് സ്ട്രെയിൻ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ് അല്ലേ. അപ്പം ആ ഒരു വോളിയത്തിൻ്റെ ചേഞ്ച് അല്ലേ. അപ്പം എന്താണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്ത് വെക്കുക, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം അല്ലേ, Δ_V/V എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക അല്ലേ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും അടുത്ത ക്ലാസ്സിലേക്ക് വരിക. കാരണം നിങ്ങൾക്ക് ആ ഒരു സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമുക്കിനി പറയാനുള്ള ഏരിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഹുക്സ് ലോ പറയാനുണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കേർവ് പറയാനുണ്ട്, പിന്നെ നമുക്ക് ടോർഷൻ പറയാനുണ്ട് അല്ലേ, ടോർഷൻ പറയാനുണ്ട്, പിന്നെ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് പറയാനുണ്ട്, അപ്പം ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒക്കെ പറയാനുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിനി കണക്ട് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന് നമുക്ക് മൊത്തത്തിലൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ആണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ലാസ്റ്റിലേക്ക്. അപ്പം സ്ട്രെസ്സും സ്ട്രെയിനും പറഞ്ഞ സമയത്ത് എന്താണ് സ്ട്രെസ് എന്താണ് സ്ട്രെയിൻ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലേ. സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ സിമ്പിളായിട്ട് പറയും അല്ലേ. അപ്പം അതിന് നമ്മൾ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ എന്താണ്, മെഷർ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് of the body against external load, internal force per unit area അല്ലേ. അപ്പം അതിന് രണ്ടിനെയാണ് നമ്മൾ ലോഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം അത് ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സിന് എന്തായിട്ട് പറയാം, സ്ട്രെസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ടു ദ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ അല്ലേ. അപ്പം ലോഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ടു ദ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പം അതാണ് നമ്മൾ ഈ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞത്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക. സ്ട്രെസ് പറഞ്ഞു. അപ്പം സ്ട്രെസ് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്ട്രെയിൻ എന്താണെന്നായിരുന്നു അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ട്രെയിൻ എന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഡീഫോർമേഷൻ അല്ലേ, ഡീഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ്ലെസ് ആണ് അല്ലേ, സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്സിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലേ, നെക്സ്റ്റ് സ്ട്രെസ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ട്രെസ്സിനെ നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ്സും ഇൻഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡയറക്റ്റ് സ്ട്രെസ്സിന് നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു. അതുപോലെ നോർമൽ സ്ട്രെസ്സിന് നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും എന്നും പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് എന്തായിരുന്നു, നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ്സിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ട്രെസ്സിന് നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയും. അതിൽ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിംഗ് ഫോഴ്സ് നോർമൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ നോർമൽ സ്ട്രെസ്സിൽ തന്നെ നോർമൽ എന്നുള്ള വേർഡ് ഓർത്ത് വെക്കും. ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും വരുന്നുണ്ട്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെസ് വിച്ച് ഈസ് കോസിങ് എക്സ്റ്റൻഷൻ ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോൾഡ് ടെൻസൈൽ സ്ട്രെസ്. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് വിച്ച് ഈസ് കോസിങ് ഷോർട്ടനിങ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോൾഡ് കംപ്രസീവ് സ്ട്രെസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സും പറഞ്ഞു, കംപ്രസീവ് സ്ട്രെസ്സും പറഞ്ഞു. പിന്നെ നമുക്ക് ഷിയർ സ്ട്രെസ് നോക്കാം. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിംഗ് ഫോഴ്സ് പാരലൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ പെർ യൂണിറ്റ് ഏരിയ അല്ലെ, പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഷിയർ ഫോഴ്സ് പെർ ഷിയർ ഏരിയ എന്നുള്ള രീതിയിൽ, ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള, ലോഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ സ്ട്രെയിനിലേക്ക് വന്ന സമയത്തും ഇതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെയിനിൽ എന്തൊക്കെയായിരുന്നു? നോർമൽ സ്ട്രെയിൻ, അതുപോലെ തന്നെ ഷിയർ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പോൾ സ്ട്രെസ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നോക്കാൻ പറ്റും. അപ്പം സ്ട്രെയിനിന്റെ ക്ലാസിഫിക്കേഷനിൽ നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ വെൻ നോർമൽ സ്ട്രെസ് ആക്ട്സ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ നോർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം അതിലും നമ്മൾ ടെൻസൈൽ സ്ട്രെയിനും കംപ്രസീവ് സ്ട്രെയിൻ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലേ, അപ്പോൾ ടെൻസൈൽ വലിക്കുകയാണല്ലേ. അപ്പം ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണെങ്കിൽ അതിനെ നമ്മൾ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ. അപ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഷിയർ സ്ട്രെയിൻ ആവുന്ന സമയത്ത് ആംഗുലാർ ചേഞ്ച് ഓർ ആംഗുലാർ ഡിസ്റ്റോർഷൻ ആണ്. അപ്പം അതും കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ വോളിയോമെട്രിക് സ്ട്രെയിൻ അല്ലേ, വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത്രയാണല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഏരിയ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രോപ്പർട്ടീസ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ എപ്പോഴും പറയുന്നുള്ള പോലെ തന്നെ നിങ്ങൾ മാക്സിമം ക്ലാസ്സസ് കണ്ടു തീർത്ത് അതുപോലെ തന്നെ നിങ്ങൾ റിവിഷൻ സീരീസ്, നമ്മൾ ഈ ഒരു റിവിഷൻ സീരീസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ നമ്മൾക്ക് എക്സാമിനോട് അടുപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഡേയ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. ഇൻ കേസ് നിങ്ങൾക്ക് അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് മെമ്പർഷിപ്പ് എടുത്തിട്ട് 1 month 2 month എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. 1 monthലേക്ക് എടുത്തിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് കറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ 2 month എടുക്കണമെന്നില്ല, നിങ്ങളൊരു 1 monthലേക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ക്ലാസ്സസും കണ്ട് ഷോർട്ട് നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിലേക്ക് കറക്റ്റ് പഠിച്ച് റിവിഷൻ എന്നുള്ള രീതിയിൽ മാറ്റി വെക്കാൻ പറ്റും അല്ലേ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ക്ലാസ്സസ് നേരത്തെ അപ്ലോഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾ റിവിഷൻ സീരീസ് ക്ലാസ് കണ്ടതിന് ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. നമുക്കിപ്പം 100% നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കുക. ആരുടെ കമ്പലായിട്ട് പറയുന്നില്ല. കാരണം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഈ ഒരു ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് എത്തുന്നതായിരിക്കും. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു റിവിഷൻ സീരീസ് നോക്കുക, അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സസ് മാക്സിമം ഒന്നിക്കൽ ഈ ക്ലാസ് കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് നിങ്ങളെ സിലബസ് അനുസരിച്ച് റിവൈസ് ചെയ്തിട്ട് നമ്മളെ ക്ലാസ്സസ് ഒരു ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ട് വെച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പറ്റുന്ന ഈ ഒരു സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. എങ്കിലായിരിക്കും കൂടുതൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സിലബസ് നോക്കിയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. സിലബസിനുള്ള പുറത്തുള്ള കാര്യങ്ങൾ അധികം സിലബസിന് പുറത്ത് നമുക്ക്
ചോദിക്കാനും ചാൻസസ് ഉണ്ട്. പക്ഷേ അധികവും സിലബസ് തന്നെയാണല്ലോ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാംസിനൊക്കെ അധികവും സിലബസ് വെച്ചിട്ട് തന്നെയാണ്, സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് കവർ ചെയ്തതിന് ശേഷം എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.